പൂത്തുലഞ്ഞ കാറ്റ്സ് ക്ലോ. വാഴപ്പള്ളി വീടിന്റെ ഗേറ്റിൽ ഇത് മഞ്ഞ വസന്തം. വിഷ്ണു വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണിക്കുന്ന പൂക്കളോട് മലയാളികൾക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. മഞ്ഞപ്പൂക്കളും പച്ചയിലകളുമായി പൂത്തുനിൽക്കുന്ന കണിക്കൊന്ന കണ്ണിനേറെ ആനന്ദം തരുന്ന കാഴ്ചയാണ്. ദൂരക്കാഴ്ചയിൽ കണിക്കൊന്നയെ ഓർമ്മിപ്പിക്കുന്ന കാറ്റ്സ് ക്ലോ വൈൻ ചെടികളും ഇപ്പോൾ മലയാളികളുടെ ഇഷ്ടം കവർന്നു കഴിഞ്ഞു. കുന്നംകുളം പഴയ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിലെ വാഴപ്പള്ളി വീട്ടിലാണ് കാറ്റ്സ് ക്ലോ എന്ന മനോഹരമായ വള്ളിച്ചെടി വസന്തം തീർത്തിരിക്കുന്നത്. പച്ചപ്പുകൾക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പൂക്കൾ കണ്ടാൽ ആരും ഒന്ന് നിന്നുപോകും. പഴയ പോലീസ് ക്വാർട്ടേഴ്സ് റോഡിലെ വാഴപ്പള്ളി വീട്ടിൽ ജോസഫിന്റെയും റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ജെസി ജോസഫിന്റെയും വീട്ടിലാണ് ഈ ദൃശ്യവിരുന്ന്. ഇതിന്റെ അനിയന്റെ സംരംഭമാണ്. അനിയനാണിത് വാങ്ങിച്ചോടുന്നതും പിടിപ്പിച്ചൊക്കെ. അവൻ പുറത്താണ്. അവൻ പേര് ഗോഡ്വിൻ, ഡോക്ടർ ഗോഡ്വിൻ. അവൻ ഷാർജിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവന് ഇപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള പ്രശ്നങ്ങളുകൊണ്ട് നാട്ടിൽ വരാൻ പറ്റിയില്ല. എന്നാലും എല്ലാവരും ഹാപ്പിയാണ്. ഇത് കാണുമ്പോൾ തന്നെ വഴി പോണവർ ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം. ഷാർജയിൽ ജോലി ചെയ്യുന്ന ഇളയ മകൻ ഡോക്ടർ ഗോഡ്വിനാണ് 3 വർഷം മുമ്പ് അവധിക്കെത്തിയപ്പോൾ തൈകൾ വീട്ടിലെത്തിച്ചത്. പൂച്ചനഖം പോലെയുള്ള ചെറുമുള്ളുകൾ ഉള്ളതിനാലാണ് ഇവയ്ക്ക് കാറ്റ്സ് ക്ലോ എന്ന പേര് വീണത്. ഈ അലങ്കാരച്ചെടി വളർത്തണമെന്ന അതിയായ ആഗ്രഹത്താൽ പലയിടത്തു നിന്നും തൈകൾ വാങ്ങിയെങ്കിലും അതൊന്നും മുളച്ചില്ല. പലതും വ്യാജനുമായിരുന്നു. ഒടുവിൽ ഡോക്ടർ ഗോഡ്വിൻ മണ്ണുത്തിയിൽ നിന്ന് 4 തൈകൾ കൊണ്ടുവന്ന് മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കുകയായിരുന്നു. GI പൈപ്പ് ഉപയോഗിച്ച് ഗേറ്റിനു മുകളിൽ ആർച്ച് രൂപത്തിൽ സപ്പോർട്ട് നൽകിയാണ് ഇവ പടർത്തിയത്. അന്ന് നട്ട ആ 4 തൈകൾ ഇന്ന് വീടിന്റെ ഗേറ്റും മതിലും കീഴടക്കി പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. വർഷത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാത്രമാണ് കാറ്റ്സ് ക്ലോ പൂക്കുക. മറ്റ് സമയങ്ങളിൽ പച്ചിലകൾ മാത്രമായിരിക്കും കാണാൻ കഴിയുക. ഈ പൂക്കാലത്തെ ദൃശ്യഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമായി ദിനംപ്രതി നിരവധി പേരാണ് വീട്ടിൽ എത്തുന്നത്. നിലവിൽ മൂത്തമകൻ ഐവിൻ ജോസഫാണ് പൂച്ചെടികൾ പരിപാലിക്കുന്നത്. പ്രത്യേക വളപ്രയോഗങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ലെന്നതും കൃത്യമായ അളവിൽ വെള്ളം നനച്ചുകൊടുത്താൽ മാത്രം മതിയെന്നും ഐവിൻ പറയുന്നു. ദൂരക്കാഴ്ചയിൽ കണിക്കൊന്നയെ ഓർമ്മിപ്പിക്കുന്ന പൂച്ചനഖത്തിന്റെ പേരിലുള്ള ഈ സസ്യം നമ്മുടെ നാട്ടിലും വിസ്മയം തീർക്കുകയാണ്.